ജീവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവൻ വേണ്ടി അർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് അങ്ങയുടെ പ്രാർത്ഥന കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയുടെ കൂടെ നിങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവിയടിയാരഖിലാധാരമതാ വെളിവും നീ. കാന്ത്യാനങ്ങളെ നീ താതൻ കതിരേ ഒന്നുപോലെ വന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നതുമായ ഞങ്ങളുടെ വിശ്വാമ്രാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ഭഗവാനെ ഞങ്ങൾക്ക് വേണ്ടി വിശ്വപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയലായിസോൻ കുറിയലായിസോൻ. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ് ശ്രീയാടിയുടെ സ്ത്രീ അവന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നീക്കുണ്ടായിരിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ കർത്താവിന് വേണ്ടി തലമുതാനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച അവർക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാൻ പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കുവാൻ സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കുവാൻ വിളിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച പ്രത്യാശ ഒന്നായിരുന്നതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്കാരമേ ഉള്ളൂ. സാരത്തിലും ഉപരിയും സാരത്തിലും സരത്തിലും വർദ്ധിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവവും ഒരുവൻ തന്നെ പാലിക്കുന്നു. സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധായനം ഗലിയോൻ വിശുദ്ധ ലോക്കോസ്വിദ്യ സുവിശേഷത്തിൽ നിന്നായിരിക്കുന്നതിനായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പ്രേക്ഷകാഴ്ചവനെ സ്ത്രീകളും നാലാൽ അനുഗ്രഹങ്ങളും കൊണ്ടായിരിക്കട്ടെ. യേശുമിശിഹായുടെ മനുഷ്യാധാരകാലത്തായ പ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ടായതാ, സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തുവെന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. വെള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹമാ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഇടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു.
അത് കേട്ടവരെല്ലാം ഏറെ ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. സഹോദരന്മാരെ, നമ്മൾ ആട്ടിടയന്മാരുടെ താഴ്വരയിലാണ് ജീവിതം അർപ്പിക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്മസ് ആകുമ്പോഴേക്കും ഇടയന്മാർ നമ്മുടെ പ്രാർത്ഥനയിലേക്കും കരോത്സവങ്ങളിലേക്കും ഒക്കെ പ്രത്യേകമായിട്ട് എത്തിച്ചേരാറുണ്ട്. പലപ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ ഇടയന്മാരാരായിരുന്നു എന്നുള്ളത് വിസ്മരിക്കാറുണ്ട്. നമുക്ക് ഇവിടുത്തെ വാസം കൊണ്ട് വാസം കൊണ്ട് ഇടയന്മാരുടെ ജീവിത നിലവാരം നന്നായിട്ടറിയാം. വിദ്യാഭ്യാസമില്ലാത്തവരെ, വളരെ പാവങ്ങൾ, ആ കാലഘട്ടത്തിലെ ഏറ്റവും പാവങ്ങളെ കൊടുക്കുന്നവരായിരുന്നു ഇടയന്മാർ. അവർക്ക് കർത്താവിന്റെ യേശുവിന്റെ ജനനത്തിന്റെ സദ്വാർത്ത വെളിപ്പെടുത്തുവാൻ ദൈവം തീരുമാനിച്ചു. അപ്പോൾ ആദ്യം കർത്താവിന്റെ ജനനത്തിന്റെ വലിയ വാർത്ത സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആളുകളോടൊപ്പമാണ് അവരുടെ വസിച്ച സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇന്ന് ഇതിലെ അർപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ വലിയ പള്ളികളോട് താരതമ്യപ്പെടുത്താൻ ഒന്നുമില്ല ഇവിടെ. പക്ഷേ ഈ സ്ഥലത്ത് കുർബാന ചെല്ലുമ്പോൾ ബലിയർപ്പിക്കുമ്പോൾ നാം തിരിച്ചറിയുന്നു നമ്മൾക്ക് കൂടി ആ ഇടയന്മാരുടെ മനസ്സ് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അവരെ പോലെ ഹൃദയം തുറന്ന് കർത്താവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇടയന്മാര് കർത്താവ് അറിയിച്ച ദൈവദൂതൻ വഴി കർത്താവ് അറിയിച്ച വാർത്ത സ്വീകരിച്ച് അതിനെ അന്വേഷിച്ചു പോകാനുള്ള നല്ല മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിന്റെ ജനനത്തിന്റെ സന്തോഷവും സമാധാനവും ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിച്ചു. അത്യുന്നതങ്ങളിൽ സമാധാനമുള്ള ആ വലിയ സന്തോഷം, ആ സന്തോഷം തങ്ങളുടെ ഹൃദയത്തിലേക്ക് പോകാൻ അവർക്ക് സാധിച്ചു. നമുക്ക് കർത്താവിന്റെ ജനനത്തിന്റെയും ജീവിതത്തിന്റെയും സന്ദേശം നിരന്തരം സൂക്ഷിക്കുന്നവരാണ്. ആ സന്തോഷത്തിലേക്ക് കൂടി ഇവരെ സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കുർബാനയ്ക്ക് ഈ നിയോഗങ്ങൾ നൽകിയിരിക്കുന്നു. മുത്തുപിള്ള മൂന്നാമത്തെ ചരമവാർഷികം, രണ്ടാമത്തെ ചരമവാർഷികം ശ്രീമായ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. എമ്മിൽ ഷാജു വർഗീസ് 8ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്നു. പ്രത്യേകമായ പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നു. മുളമൂട്ടിൽ എം കെ വർഗീസ്, അന്നമ്മ വർഗീസ്, നമ്മുടെ സാജന്റെ മാതാപിതാക്കൾ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. റെൻസി വിൻസെന്റ്, അവർക്ക് കുട്ടികളെ ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. തോമസ് ഷിജി, ജീവിതത്തിലെ കടബാധ്യതകളെ മറികട്ടുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനാ സഹായം അന്വേഷിക്കുന്നു. കെ വി മത്തായി, മറിയാമ്മ മത്തായി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി രാജ്യമത്തായി പ്രത്യേകമായി പ്രാർത്ഥനാ സഹായം അന്വേഷിക്കുന്നു. സഹോദരി ഷിമായിയുടെ വിവാഹം ഈശോയുടെ ഹിതമനുസരിച്ച് നടത്തുവാൻ പ്രത്യേകമായ പ്രാർത്ഥനാ സഹായം വൈദ്യം ഷാനിമയും അഭ്യർത്ഥിക്കുന്നു. ടി പി മാത്യുവും റോസമ്മ മാത്യുവിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. ഉക്കുവിന്റെ എക്സാം MC എക്സാം നന്നായി നടത്തുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നു. ഈ നിയമങ്ങളോടൊപ്പം നാം ഓരോരുത്തരുടെയും നിയമങ്ങൾ, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, നമ്മുടെ കൂട്ടായ്മകളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണയായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. മനുഷ്യരുമായ കൃത്യം എല്ലാ നേരങ്ങളോടാതെ അർപ്പിക്കുവാനിടയെന്ന് യോഗ്യതയുള്ളവരായി തീരണമേ. സ്വയം യാഗമായി തീർന്ന ഞങ്ങൾക്ക് ഭാവപരിഹാരം ഞങ്ങളെ പൗരകൾക്കുകയും ചെയ്ത അധികാമ്യമായ ശുദ്ധീകരണ വലിയ പ്രമണഗ്രഹീതവും മധുരഫലമോഹനീയവുമാകുന്നു. കന്യകയിൽ നിന്ന് ജനിച്ചവനും പുരുഷാരോഹണത്താൽ ഞങ്ങളെ രക്ഷിച്ചവനും മൃഗപരിവർത്തനങ്ങളെ രാഷ്ട്രീയമായ പിന്നാടിന്റെ വിധമായ സ്വന്തയാഗം അർപ്പിച്ചുള്ള സമയത്തും സകല പെരുന്നാടുകളിലും കാലങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഞങ്ങൾക്ക് ഞങ്ങളെ മരിച്ചുപോയവർക്ക് നീ ഭാവപരിഹാരവും ഭാവപരിഹാരകനുമാകണമേ. യഥകർത്താവേ, ഞങ്ങളോട് കിണറുകളെ ഞങ്ങളുടെ സഹായത്തിൽ നിന്നണമേ. ഞങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതൊരു കൈക്കൊള്ളണമേ. നിന്റെ കരുണയാൽ പ്രകടിപ്പിച്ചുള്ള ഞങ്ങളിൽ നിന്ന് നീക്കളയണമേ. നിന്റെ കാരണത്താൽ കോപത്തിന്റെ ബന്ധങ്ങൾ ഞങ്ങൾ ദൂരീകരിക്കണമേ. ദൈവത്തിന് യോഗ്യവും പ്രിയകരവുമായി ക്രൈസ്തവ പൂർണ്ണതയും സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അവസാനത്തിൽ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ.
ഞങ്ങൾ നിനക്കിപ്പോഴും പുതിയും സ്തോത്രവും അർപ്പിക്കും. പാപികളായ നിന്റെ ദാസൻ നന്നായി കുർബാനയെ കൊണ്ടെങ്കിൽ വിശുദ്ധ ബലിപീഠത്തോടെ ഞങ്ങളെ അടുപ്പിക്കണം. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്കും വേണ്ടി ആത്മീയാകുന്ന കാഴ്ചകളും നൽകണമേ. ഞങ്ങൾ തന്നെ ബുദ്ധികാരം ബലിയായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് പരിശുദ്ധ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കാഴ്ചകൾ വിശ്വാസികളായ ജനത്തിന്മേൽ ഞങ്ങളെ മാത്രമാണ് വർദ്ധിക്കണം. അവനോടുകൂടെ നടക്കുന്ന പരിശുദ്ധ റൂഹായും ഇപ്പോഴും എല്ലാ സമയത്തും അനേകം സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. പാപികളുമായി ദാസവേറ്റ് പറയുന്ന പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധനാൽ ഭാവിയായ ദാസന്റെ കുർബാന സ്വീകരിക്കുന്നവനാൽ അവൻ നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും പിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയുമാതോടൊപ്പയുടെ മക്കളും വിശ്വാസികളുമായും പലവരെയും ആത്മാക്കളെന്നും നേരിട്ട് ലോകങ്ങൾ ഗ്രഹിക്കുന്നവനുമാകുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രകാശം സത്യമുള്ള സത്യവും ശിഷ്യലാട്ടനും മാതാവായവരുടെ മനസ്സിനായി വിശിക്കപ്പെട്ട് കഷ്ടത്തിന് വെച്ച് അടക്കപ്പെട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. സംസാരിച്ചതുമായി ജീവനസ്ത്രീയായിട്ടും കാതലിക്കും ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏറ്റു പറഞ്ഞ് അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ജീവനത്താൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവ് ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തെ ഞങ്ങളെ യോഗ്യരാക്കേണമേ. ഞങ്ങളുടെ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ദൈവമേ ഞങ്ങൾ തലകുനിക്കുന്നു. വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന ദാസത്തെ കൃപയുടെ ആവാസം നൽകണമേ. പരിശുദ്ധാത്മാൻ ഇപ്പോഴും സ്ത്രീ സ്തോത്രവും അർപ്പിക്കും. ശുദ്ധമായ സകല വിചാരങ്ങൾ നിങ്ങൾ നിശ്ചരണം. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ പ്രത്യേക ജാതനം പരിശുദ്ധ സഹായിക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശുദ്ധിയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും കുറഞ്ഞ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയെ ശ്രദ്ധിക്കണം. എന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സാധനത്തിന്റെയും ദൈവനായ പിതാവായ ദൈവത്തിന്റെ മേലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും സഹോദരങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന്റെ വലത് ഭാഗത്തിന് ശിഹാതപരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായി ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലായിരിക്കുന്നു. കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് ന്യായവുമാകുന്നു. മാലാഖമാരോടും പ്രധാനമാലാഖമാരുടെ സമങ്ങളോടും ചേർന്ന് ഉയർത്തങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പാപമില്ലാത്തവനായ താൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈകൊണ്ട്
ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ രക്ഷിക്കെടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവും പരിശുദ്ധവുമായ കൃപയുടെ അർത്ഥമെടുത്ത പിതാവായ ദൈവമേ, നിന്നെ കാണിച്ച സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധാസ്കന്മാർക്ക് നൽകിക്കൊണ്ടാടും ചെയ്തു. വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ വിശുദ്ധാധികന്മാർക്ക് നൽകിക്കൊണ്ടു. നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാകം ചെയ്യും. ദൈവത്തിലെ രക്തമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും നൽകപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനായി നൽകപ്പെടുകയും ചെയ്യുന്നു. ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കുകയും ഏകത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് വേണ്ട ദൈവപ്പെടുക്കത്തെയും ഓരോരുത്തരെയും ഞാൻ വരുന്നവരെയും സ്മരിക്കുകയും ചെയ്യുകയും രണ്ടാമത്തെ ഞങ്ങൾ നോക്കി പാർക്കുന്നു. സുരക്ഷാകരമായ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കുന്ന ഗുണം പ്രതിഫലം കൊടുക്കുന്ന അതിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവനെയും അനുസ്മരിക്കുന്നു. ഇത് നമുക്ക് സഭയും ഇടവകയും നിന്നോട് പ്രാർത്ഥിക്കുന്നു. നീ മുഖാന്തരവും നിന്നോട് കൂടി എന്റെ പിതാവിനോട് വനതാപൂർവം അപേക്ഷിക്കുന്നു. സ്വീകരിക്കുന്ന കരുതിനും പ്രാപികളുമായ നിന്റെ ദാസത്തിന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളും സകലത്തിന് വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്നും പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേല ശുചിതനെ ശുചീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. അപ്പത്തെ ആശീർവദിച്ച ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. മിശ്രത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മശരീരങ്ങൾ പരിശുദ്ധമാകി ഞങ്ങൾ നിത്യയോഗ്യരാകുകയും ചെയ്യണമേ. പശോ വകുപ്പുൽ സുബാൻ നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന് സഭകളെ മേച്ച് ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് പരിപാലിച്ചു വരുന്ന പരിശുദ്ധ പിതാവ് പിള്ളയ്ക്ക് 16 മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറന്മാർ കാതോലിക്കമാർക്ക് വേണ്ടിയും എല്ലാ മെത്രാപോലീത്തമാർക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും ഷമ്മാശന്മാർ ദേറായക്കാർ മുഴുവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭാമുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശ്വാസങ്ങളെ പരിശുദ്ധാത്മപേരായ പ്രഭിച്ച് വിശ്വാസത്തിൽ നിങ്ങൾ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും പരിശുദ്ധ ആ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. മരിച്ച നമ്മളെ വേർപെട്ടുപോയ സകലയും ഓർമ്മിക്കണം. കടങ്ങളുടെ അഭിനയാസനമാകുന്ന മാത്രവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും തന്നെ സ്വരാജ്യത്തെ ചേർത്തുള്ളവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച 3 പ്രാവശ്യം കുറേലായിസോണെന്ന് ചൊല്ലണം. വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കേണ്ടതെന്ന് ശരീരങ്ങളായതിന്റെ പുനരാതെ പാപരഹിതനായ മറ്റാരുമില്ല. മുഖാന്തരങ്ങൾക്ക് മാത്രം കരുണയും പാപമോചനം ലഭിക്കുവാനായ അവനെ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. തിരുമുൻപിൽ ഞങ്ങളും ചെയ്തുകൊണ്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. അവരുടെയും പാപഭാരങ്ങൾ നീക്കണം. പ്രമാണങ്ങൾ ക്ഷമിക്കണമേ. സംഭവിച്ചുമായ നാം ഞങ്ങളുടെ ഭർത്താവെ ശിവശിഹാടെ എന്റെ പരിശുദ്ധഹാടെ നാമത്തോടുകൂടി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലാ സമയത്ത് വന്നേക്കും സ്തുതിക്കപ്പെട്ടു പോയപ്പെടുമാറാകണമേ. തലമുറയായി
അവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കണം. വിനിപൂർവ്വത്തിൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായികൾ വസ്ത്രങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ബുദ്ധിയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഞങ്ങളോട് ക്ഷണിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. എപ്പോഴും നിങ്ങൾക്ക് സഹായം നിങ്ങളെയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമെന്ന രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ വിചാരണ പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ഓരോർപ്പിക്കപ്പെട്ട വിശ്വാസങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപ്